Hi, I am Ramya Girija. Welcome to another episode of Little Stories that inspire you. നട്ട്സ് എന്ന് കേൾക്കുമ്പോൾ കാഷ്യൂ നട്ടും പീനട്ടും ഒക്കെയാണ് കുട്ടിക്കാലത്ത് എൻ്റെ ഓർമ്മയിലുള്ളത്. പിന്നെ കാലക്രമേണ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ബദാം അതിൽ ആഡ് ചെയ്തു എന്ന് പറയാം. പിന്നീട് അങ്ങോട്ട് വലിയ നട്ട്സിനെ കുറിച്ചോ ഡ്രൈ ഫ്രൂട്ട്സിനെ കുറിച്ചോ എനിക്ക് ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സിനെ കുറിച്ചും നട്ട്സിനെ കുറിച്ചും എനിക്കറിയാം. എന്തുകൊണ്ടാണ് എനിക്കിന്ന് ഇതിനെക്കുറിച്ചുള്ള അറിവ് ലഭിച്ചത്? കാരണം ഇന്ന് ഡ്രൈ ഫ്രൂട്ട്സിനും നട്ട്സിനും ഒരു ഹ്യൂജ് മാർക്കറ്റാണുള്ളത്. ആ മാർക്കറ്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ മെജോറിറ്റി മെയിൽ ഡോമിനൻസ് ആണ്. ഈ മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് എന്ന് പറയുന്ന മേഖലയിൽ ധൈര്യപൂർവ്വം കടന്നു വന്ന വനിതാ സംരംഭകയായ സജന, ഓണർ ഓഫ് സജനാസ് നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ്. സജനയെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം ടു ലിറ്റിൽ സ്റ്റോറീസ്. താങ്ക് യു. എനിക്ക് ആദ്യമായിട്ട് സജനയോട് ചോദിക്കാനുള്ളത്, ഒരു വനിതാ സംരംഭക എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാനേജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വീട്ടിലെ കാര്യങ്ങൾ, ഒരു ഫാമിലി നോക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഒപ്പമാണ് നമ്മൾ ഈ പറയുന്നൊരു ഓൺട്രപ്രണർഷിപ്പും കൂടെ മാനേജ് ചെയ്യുന്നത്. ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ എന്ത് ചലഞ്ചാണ് സജനയ്ക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്? എന്നെ സംബന്ധിച്ച് ഒരു വുമൻ എന്റർപ്രണർ എന്ന് ആലോചിക്കുമ്പോൾ ഒരു പുരുഷനെക്കാളും ഒരു 50% കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. ഒരു അമ്മയായിരിക്കും. നമ്മൾ സിംഗിളായിട്ട് ബിസിനസ് ചെയ്യുമ്പോഴല്ല, ഒരു അമ്മയായി കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ നേരം ഫാമിലിയോടെയൊക്കെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ദൈവം നമുക്ക് അവിടെ ഒരു അനുഗ്രഹം തന്നിട്ടുണ്ട്, സ്ത്രീകൾക്ക് മൾട്ടി ടാസ്കിങ് അത് തന്നിട്ടുള്ളത് കൊണ്ട് കുഴപ്പമില്ലാതെ മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ പിന്നെ ഒരാഴ്ചയിലുള്ള മുന്നേ ഉള്ള വർക്കുകൾ നേരത്തെ ഓർഗനൈസ് ചെയ്തു. വീക്കിലി 2 days നമ്മൾ റോസ്റ്ററിയിലായിരിക്കും, 2 days ഷോപ്പിലായിരിക്കും. പിന്നെ ഞാൻ കൂടുതൽ ഏതെങ്കിലും വീക്കിലി വൺസ് കുട്ടികളോട് വർക്ക് ഫ്രം ഹോം ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട്. ഇപ്പം എന്തായാലും ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട്. ഒരു ഹാപ്പി വുമൻ എന്റർപ്രണറിൽ ഉപരി ഞാനൊരു ഹാപ്പി മദറും കൂടിയാണ്. എങ്ങനെയാണ് സജന ഒരു ഓൺട്രപ്രണർ ആയത്? ഞാൻ റീറ്റെയിൽ ബിസിനസ്സിലേക്ക് കടന്നിട്ട് 7 years ആയി. ഞാൻ ആദ്യം കരിയേഴ്സ് തുടങ്ങുന്നത് എയർലൈൻ ഇൻഡസ്ട്രി ആയിരുന്നു. ആഫ്റ്റർ മാരേജ് വിദേശത്ത് ഓയിൽ ഫീൽഡ് ആയിരുന്നു. അവിടെ മോനായതിനു ശേഷമാണ് നാട്ടിൽ വന്നത്. അപ്പോൾ അവന് വേണ്ടിയിട്ട് അവിടുത്തെ ജോബ് ഉപേക്ഷിക്കുകയായിരുന്നു. പിന്നെ 7 years ബാക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ വിദേശത്തായിരുന്ന സമയത്ത് തന്നെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ നോർത്ത് ഇന്ത്യൻസ് പൊതുവെ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നത് ധാരാളമായിട്ട് അവരുടെ ഫുഡിന്റെ ഭാഗമായിട്ട് കഴിക്കാറുണ്ട്. നമ്മുടെ സൗത്ത് ഇന്ത്യൻസ് അത് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ കാഷ്യൂ നട്ട്സ്, ബദാം, പീനട്ട്സ് ഇതിലാണ് ഒതുങ്ങി നിന്നത്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ഞാൻ നാട്ടിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഞാൻ ട്രിവാൻഡ്രത്ത് തുടങ്ങുന്ന സമയത്ത് വളരെ ചുരുക്കം ഷോപ്പുകൾ മാത്രമേ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നുള്ളൂ. മെയിൽ ഡോമിനൻസ് ഉള്ള ഒരു മേഖലയിലേക്കാണ് സജന കടന്നു വന്നിരിക്കുന്നത്. അതും ഇങ്ങനെ ഒരു കാറ്റഗറി, ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ. അപ്പൊ എന്തൊക്കെ ചലഞ്ചസ് ആണ് സജന ഇതിൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്? ആദ്യമായിട്ട് തന്നെ ഇതൊരു ന്യൂ പ്രൊഡക്ട്സ് കൊണ്ടുവരുമ്പോൾ എനിക്ക് തിരുവനന്തപുരത്ത് പൊതുവെ അവർക്ക് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും വാൾനട്ട്സ് അതുവരെയൊക്കെ നിൽക്കുന്ന സമയത്താണ് ഞാൻ വരുന്നത് ഇൻഡസ്ട്രിയിൽ. ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചും എനിക്ക് അവരിലേക്ക് എന്താണ് അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടായിരുന്നു. ആദ്യം ഓൺലൈൻ ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് ഡെലിവറി ബോയ്സ് ഒക്കെ പറഞ്ഞിട്ടുള്ള ഫീഡ്ബാക്ക് മാത്രമാണ് എനിക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ പിന്നെ അവരൊക്കെ തന്നെ പറഞ്ഞു തുടങ്ങി, സജിന എന്തുകൊണ്ട് ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തൂടെ? ഷോപ്പ് തുടങ്ങിയപ്പോൾ എനിക്ക് മുന്നിൽ വലിയൊരു ലോകമാണ് തുറന്നു കിട്ടിയത്. എനിക്ക് എല്ലാവരായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യാൻ പറ്റി. ഓരോ കസ്റ്റമേഴ്സിനും അവരുടെ ടേസ്റ്റും എന്തൊക്കെയാണ് അവർ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് മനസ്സിലാക്കാൻ പറ്റി. ഓരോ പ്രൊഡക്ട്സും എനിക്ക് ആഡ് ചെയ്യാൻ പറ്റി എൻ്റെ ഷോപ്പിൽ. ഇപ്പം ഒരു പ്രൊഡക്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കാഷ്യൂ നട്ട്സ് ഞാൻ ആദ്യം സെയിൽ ചെയ്തത്. 5,000-ഓളം പ്രൊഡക്ട്സ് ഞങ്ങളുടെ ഷോപ്പിലുണ്ട്. 5,000-ഓളം പ്രോഡക്ട്സ് ഉണ്ട്. എന്റെ ഒരു പുതിയ അറിവാണ്. മീൻസ് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു പുതിയ അറിവാണ്. എന്റെ ബിസിനസ് എന്ന് പറയുമ്പോൾ അത് അമ്മമ്മ കഥകളുടെ സ്റ്റോറി പോലെയാണ്. ഒരു കാഷ്യൂ നട്ടിൽ നിന്ന് തുടങ്ങി അവിടെ കാണുന്ന ഒരു സ്പൂൺ വരെ ഉണ്ടാക്കിയത് ഞാൻ ഈ ബിസിനസ്സിൽ നിന്ന് മാത്രമാണ്. വേറെ ലോണോ അങ്ങനെയൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഓരോന്നൊരു ഗ്രാജുവലി ഉള്ള ഒരു വളർച്ചയാണ്. പെട്ടെന്ന് ഞാൻ വിദേശത്തു നിന്ന് കൊണ്ടുവന്ന് എല്ലാം കൂടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് തുടങ്ങിയ ഒരു ഷോപ്പ് അല്ല ഇത്. അതെ, ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ഇന്ന് വലിയൊരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് എത്തി നിൽക്കുകയാണ് സജനാസ് നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ്. ഇതിനുള്ള കോൺഫിഡൻസ് എവിടെ നിന്നാണ് ലഭിച്ചത്? നമ്മുടെ മനസ്സിൽ ഏതൊരു സ്ത്രീകൾക്ക് അവർക്ക് ഉള്ളിലൊരു ശക്തിയുണ്ട്. അത് നമ്മൾ തിരിച്ച് മനസ്സിലാക്കുന്ന ആ നിമിഷമാണ്. നമ്മൾ ചെറിയൊരു ഹാർഡ് വർക്കും ഉണ്ടെങ്കിൽ നമ്മുടെ പാഷൻ അതാണെന്ന് കണ്ടെത്തണം ആദ്യം. പിന്നെ ചെറുതായിട്ടൊരു ക്രിയേറ്റിവിറ്റിയും കൂടെ കൊടുത്തിട്ട് ചെറിയൊരു ഹാർഡ് വർക്കിംഗ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളതിന് ഒരു എക്സാമ്പിളാണ് ഞാനെന്ന വ്യക്തി, എൻ്റെ ഷോപ്പും.
ഒരു വനിതാ സംരംഭക എന്നുള്ള നിലയ്ക്ക് പല റോളുകളാണ് ഇപ്പം. ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഒരു സംരംഭകയാണ്, പിന്നെ അമ്മയാണ്, കുടുംബം നോക്കിക്കൊണ്ട് പോകണം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു മൾട്ടി ടാസ്കിങ്ങിലേക്കാണ് സജനയെ പോലെയുള്ള ആൾക്കാർ പോകുന്നത്. ഈ പറയുന്നത് എങ്ങനെയാണ് താങ്കൾ മാനേജ് ചെയ്യുന്നത്? ഞാനൊരു വുമൻ എന്റർപ്രനറാണ്. ആദ്യം ഷോപ്പ് തുടങ്ങുമ്പോൾ ഒരു മോനായിരുന്നു. പിന്നെ അടുത്ത ആളും കൂടെ വന്നപ്പോൾ ഇനി കുറച്ചും കൂടെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വന്നു. കുട്ടികൾ ഉറങ്ങുന്ന സമയത്താണ് കൂടുതലും പുതിയ പ്രൊഡക്ട്സിനെ കുറിച്ചും ഞാൻ സ്റ്റഡി ചെയ്യാനൊക്കെ നോക്കുന്നതും. അങ്ങനെയൊക്കെ ടൈം മാനേജ്മെന്റ് പ്രശ്നമായിരുന്നു. പിന്നെ ദൈവം നമുക്ക് സ്ത്രീകൾക്ക് ഒരു മൾട്ടി ടാസ്കിങ് എന്നുള്ള ഒരു കഴിവ് തന്നിട്ടുണ്ട്. ഒന്നിൽ കുറവ് വരുത്തുമ്പോൾ മറ്റൊന്നിൽ നമുക്ക് തരുന്നതാണ് ദൈവം. അത് ശരിക്കും ഞാൻ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൊഴിലില്ലായ്മ വലിയൊരു പ്രശ്നമാണ്. അതുകൂടാതെ നമ്മുടെ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഒരുപാടുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾ. പക്ഷെ നമ്മൾ ജോലിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ആൾക്കാർക്കും എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും ഫാമിലിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ടോ ജോലി ഉപേക്ഷിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അങ്ങനെയുള്ള സ്ത്രീകളോട് സജനയ്ക്ക് എന്താണ് പറയാനുള്ളത്? നമുക്ക് എല്ലാ അവസരങ്ങളും വന്നിട്ട് നമ്മുടെ സ്ത്രീകൾ അങ്ങനെയാണ്, പിന്നെ അതാന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് തുടങ്ങി വെച്ചിരിക്കും. പക്ഷെ നമ്മൾ സ്ത്രീകൾ എപ്പോഴും അവരുടെ ജീവിതഘട്ടങ്ങളിൽ ബിസിയാണ്. അപ്പോൾ നമ്മൾ ഒരു തീരുമാനം മനസ്സിലെടുത്തു കഴിഞ്ഞാൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ചെറിയൊരു ഹാർഡ് വർക്കും കൂടെ ചെയ്താൽ മതി. ഞാൻ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ മോന് നാട്ടിൽ വന്ന സമയത്ത് ഞാനും മോനും മാത്രമായിരുന്നു. എൻ്റെ പേരൻസ് എല്ലാവരും വിചാരിക്കും പേരൻസ് അല്ലെങ്കിൽ ഫാമിലി സപ്പോർട്ട്. എൻ്റെ മദറും ഫാദറൊക്കെ വർക്കിംഗ് ആണ്, അവരുടെ ഒന്നും സപ്പോർട്ടില്ലായിരുന്നു. ഞാൻ ആദ്യ കാലങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ ഈ ഓൺലൈൻ ബിസിനസ്സാണ്. അപ്പോൾ കസ്റ്റമറിനെയൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കാണുന്ന പോംവഴി എന്ന് പറയുമ്പം എക്സിബിഷൻ അവിടെ നടത്താറുണ്ട്. ഈ ചെറിയ കുഞ്ഞിനെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ അവരൊക്കെ വലിയ മക്കളായി. അന്ന് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ എന്റെ ബിസിനസ് ഇത്രയും ആവത്തില്ലായിരുന്നു. 7 years ആയിട്ട് ഗ്രോത്ത് ആയിരുന്നു. അതിന്റെ എൻജോയ്മെന്റ് എന്റെ ഫാമിലി മുഴുവൻ ഇത് ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഇപ്പൊ നിൽക്കുന്നുണ്ട്. അന്നെടുത്ത് എൻ്റെ ഒരു തീരുമാനമായിരുന്നു. ഞാൻ മക്കളൊക്കെ വലുതാവട്ടെ എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ എനിക്ക് ഒരു ഇപ്പോൾ കാണുന്ന ഇൻഡസ്ട്രിയിൽ എൻ്റെ സജനാസ് നട്ട്സ് ആൻഡ് ഫുഡ്സ് വളർത്തിയെടുക്കാൻ പറ്റില്ലായിരുന്നു. നമ്മൾ ജീവിത സാഹചര്യത്തിനനുസരിച്ച് ചെറിയൊരു ഹാർഡ് വർക്കും കൂടെ ചെയ്ത് എന്താണ് നമ്മുടെ ഉള്ളിലുള്ള പാഷൻ എന്ന് കണ്ടെത്തണം. പാഷൻ കണ്ടെത്തുകയും ആ തീരുമാനം മുന്നോട്ട് കൊണ്ടുപോകാൻ അധികം വൈകരുത് എന്നാണ് സജന മറ്റുള്ള ആൾക്കാർക്ക് പറയുന്നത്. എല്ലാം ജീവിതത്തിൽ നമുക്ക് ഒത്തു വന്നിട്ട് ചെയ്യാം നാളത്തേക്ക് അങ്ങനെ വിചാരിക്കേണ്ട. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. അത് സജനയുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാനും. അതിൽ ഒരുപാട് ഇൻഫർമേഷൻസ് ഓരോ ഡ്രൈ ഫ്രൂട്ട്സിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ നട്ട്സിനെ കുറിച്ചിട്ടും ഒരുപാട് ഇൻഫർമേഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല കസ്റ്റമർ ബേസും ഫോളോവേഴ്സും ഉള്ള ഒരു വ്യക്തിയാണ് സജന. എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്തു പോകുന്നത്? എൻ്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നല്ലൊരു നോളജ് തന്നെയുണ്ട്. കണ്ടിട്ടുണ്ടാവും, എൻ്റെ ബ്രാൻഡ് അംബാസിഡർ ഞാൻ തന്നെയാണ്. അപ്പൊ എൻ്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് നല്ലൊരു കോൺഫിഡൻറ് ഉണ്ട്. ഞാൻ നിശ്ചിത ഗ്രേഡിൽ കുറഞ്ഞിട്ടുള്ള സാധനങ്ങൾ സെയിൽ ചെയ്യാറില്ല. ഏറ്റവും പ്രൈസും മറ്റേ എല്ലാവർക്കും അഫോർഡ് ചെയ്യുന്ന പ്രൈസിലായിരിക്കും സെയിൽ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി വരുമ്പോൾ പല സ്ഥലങ്ങളിലും ഈ പറയുന്ന പ്രോഡക്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. എങ്ങനെയാണ് സാധാരണക്കാരായ ഒരു മനുഷ്യർ ഇത് ഏതാണ് നല്ലത് അല്ലെങ്കിൽ ഏതാണ് ക്വാളിറ്റി ഉള്ളത് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്? നമ്മുടെ ആൾക്കാരുടെയൊക്കെ ചിന്താഗതി ഇപ്പം മാറിക്കഴിഞ്ഞു. മുൻപൊക്കെ ആയിരുന്നെങ്കിൽ ഒരുപാട് ദൂരം നടന്നു പോയി വില കുറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പോയി വാങ്ങാറുണ്ടായിരുന്നു. ഇപ്പോഴും പൊതുവെ അവർക്കറിയാം ക്വാളിറ്റി, പിന്നെ ഒരുവിധം പ്രൈസൊക്കെ ഓക്കെ ആണെങ്കിൽ അവർ ക്വാളിറ്റി തന്നെയാണ് തിരക്കി പോകുന്നത്. ഞാൻ അതുകൊണ്ട് ഞങ്ങളുടെ ഷോപ്പിലെ ഏറ്റവും ക്വാളിറ്റി പിന്നെ എല്ലാവർക്കും അഫോർഡ് ചെയ്യുന്ന പ്രൈസ് അത് വെച്ചിട്ടുണ്ട്. 7 വർഷമായി ഇൻഡസ്ട്രിയിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞു. ഈ 7 വർഷം കൊണ്ട് പല തരത്തിലുള്ള ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ഇതിൽ അന്നും ഇന്നും ഒരുപോലെ നിൽക്കുന്ന ഏതെങ്കിലും നട്ട്സോ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ടോ ഉണ്ടോ? ഒരേ മാർക്കറ്റ് വാല്യൂലോ അല്ലെങ്കിൽ കസ്റ്റമർ ബേസിസിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് ആയിട്ട് അന്നും ഇന്നും നിൽക്കുന്നത് ഏതാണ്? തീർച്ചയായിട്ടും നമ്മുടെ നട്ട്സുകളുടെ രാജാവ് കാഷ്നട്ട് തന്നെയാണ് അന്നും ഇന്നും. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സിലെ ഡേറ്റ്സ്. പക്ഷെ ഇതിൽ എല്ലാത്തിലും എല്ലാവർക്കും മനസ്സിലാകാത്തത് പലതരം ഗ്രേഡ് ഉണ്ട്. കാഷ്നട്ട്സിൽ തന്നെ പല ഗ്രേഡ്സ് ഉണ്ട്. ഡേറ്റ്സിലായാലും ഗ്രേഡ് ഉണ്ട്. അതിൽ ടെക്സ്ചർ വ്യത്യാസം, സോഫ്റ്റ്, സെമി സോഫ്റ്റ്, അങ്ങനെ പല വ്യത്യാസത്തിലുണ്ട്. കളേഴ്സിലെ വ്യത്യാസം, ഓരോ കൺട്രിയിൽ നിന്നും കിട്ടുന്നതിനും വ്യത്യാസമുണ്ട്. അതായത് ഇന്റർനാഷണൽ ലെവലിലുള്ള എല്ലാ സാധനങ്ങളും സജനയുടെ അവിടെ അവൈലബിൾ ആണ്. ഒരു കസ്റ്റമർ വരുമ്പോൾ അവർക്ക് അതാണ് എന്നോട് ഇത്രയും താല്പര്യം എന്ന് വെച്ചാൽ, ഞാൻ അവരൊരുക്കം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ ശ്രദ്ധിച്ചു വയ്ക്കും അവരെന്താണ് ടേസ്റ്റ്, അവർക്ക് സോഫ്റ്റ് ഡേറ്റ്സിൽ തന്നെ ഞാൻ പറയും. ഡേറ്റ്സ് ഒരു പ്രായമുള്ള ഒരുവിധം കഴിഞ്ഞ ആൾക്കാർക്ക് സോഫ്റ്റ് ഡേറ്റ്സ് ഒക്കെ ആയിരിക്കും ഇഷ്ടം. അവരുടെ ടേസ്റ്റുകളൊക്കെ ഒരു പ്രാവശ്യം ഞാൻ നോക്കി വെച്ചിട്ട് അടുത്ത പ്രാവശ്യം ഞാൻ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇതാ വാങ്ങിയതെന്ന് അവരോട് സംസാരിച്ച് ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കാറുണ്ട് അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ച്. ബിസിനസ്സിലെ അപ്സ് ആൻഡ് ഡൗൺസ് എങ്ങനെയാണ് താങ്കൾ ഫേസ് ചെയ്യുന്നത്?
ഏതൊരു ബിസിനസ്സിലും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. അതുപോലെ തന്നെ ഏത് പ്രതിസന്ധിയും നമുക്ക് നേരിടേണ്ട ഒരു ഇത് വേണം. ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള ഇതിൽ തീരുമാനം എടുക്കുമ്പോൾ നമ്മുടെ ബിസിനസ്സിൽ എന്ത് സാഹചര്യത്തിലും നമുക്ക് ബിസിനസ് ചെയ്യാനുള്ള, ഇപ്പോൾ കോവിഡ് വന്ന സമയത്ത് ഒരുപാട് ഷോപ്പുകൾ അടച്ചുപൂട്ടി. ആ സമയത്ത് ഞാൻ ഓൺലൈൻ ബിസിനസ്സിലോട്ട് മാറുകയും ചെയ്തത്. നമ്മുടെ ചിന്താഗതി എപ്പോഴും മാറിക്കൊണ്ടിരിക്കണം നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച്. അതാണ് ഒരു ബിസിനസ്സുകാരന് എപ്പോഴും വേണ്ടത്. ഞാൻ ഇന്നതേ ചെയ്യൂ എന്നുള്ളത് കുറച്ച്, ഞാൻ ഓൺലൈൻ ചെയ്യില്ല. നമുക്ക് ഷോപ്പൊക്കെ അന്ന് കോവിഡ് സമയത്ത്, കോവിഡ് നമ്മളെ ബിസിനസ്സുകാർ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാൻ കടയിലെ ബിസിനസ് ചെയ്യുള്ളൂ അങ്ങനെ ചെയ്തില്ല. ഞാൻ ഉടനെ ഓൺലൈൻ ബിസിനസ്സിലേക്ക് മാറ്റി ഒരുപാട് അങ്ങനെ ഞാൻ നിലനിൽക്കുക ചെയ്തത്. അതുപോലെ തന്നെ മറ്റുള്ള ബിസിനസ്സിലോട്ട് പറയാനുള്ളതെന്ന് പറയുമ്പം ഇവർ ബിസിനസ് സർവൈവ് ചെയ്യാൻ വേണ്ടി വീണ്ടും വീണ്ടും ലോൺസ് എടുത്തിടാറുണ്ട് ബിസിനസ്സിലേക്ക്. അങ്ങനെയല്ല, നമ്മുടെ ബിസിനസ്സിൽ ഇപ്പോൾ തകർച്ചയിലോട്ട് പോകുന്നത് എന്താണെന്ന് അവർ കണ്ടുപിടിക്കേണ്ടി ചെയ്യേണ്ടത്. കൂടുതൽ ലൈബിലിറ്റീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലോൺസ് എടുത്ത് അങ്ങനെ കൂട്ടാതെ നമ്മുടെ ബിസിനസ്സിൽ എന്താണ് തകർച്ചയിലോട്ട് പോകുന്നത് അത് കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു ബിസിനസ് നല്ലൊരു ബിസിനസ്സിനാണ്. ഓക്കെ, ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് തിരുവനന്തപുരത്തെ വനിതാ സംരംഭകയായ സജനയാണ്. തിരുവനന്തപുരത്ത് മാത്രമല്ല, കേരളത്തിൽ ഇന്ന് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് എന്ന് കേട്ട് കഴിഞ്ഞാൽ കേൾക്കുന്ന പേരാണ് സജന. ഈ തിരക്കിനിടയിലും നമ്മളുടെ ലിറ്റിൽ സ്റ്റോറീസിന് വേണ്ടി സമയം കണ്ടെത്തിയ സജനയ്ക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു.